സൈഡിലിരിക്കുന്ന വേസ്റ്റ് ശ്രദ്ധിക്കേണ്ട, അത് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ള വേസ്റ്റാണ് കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ട് കളയാം എന്നുള്ള രീതിയിൽ ഞാൻ ആ വേസ്റ്റുകൾ കളയാതെ തന്നെ അവിടെ സൈഡിൽ വെച്ചേക്കായിരുന്നേ. ഇന്നലെ രാത്രി കുറച്ച് ചൂര വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഫ്രീസറിലിരിക്കുകയായിരുന്നു കേട്ടോ. രാവിലെ കുറച്ച് താമസിച്ചാണ് പുറത്തോട്ടെടുത്ത് വെച്ചത്. അതുകൊണ്ട് തന്നെ നല്ല ഐസ് ഉണ്ടായിരുന്നേ. കുറച്ച് നേരം വെള്ളം ഒഴിച്ച് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലയായിരുന്നു. അതിൻ്റെ പാത്രങ്ങളൊക്കെയാണ് ഇതാ കഴുകി വെച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു 11:30 ആകുമ്പം ഹോസ്പിറ്റൽ വരെ പോകാനുള്ള അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജോലികളെല്ലാം പടപടയും ചെയ്ത് തീർക്കാം കേട്ടോ. ഇന്നലെ കുറച്ച് പയർ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഏസിന് വേണ്ടിയിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പയറേ ഉള്ളൂ. അതാണ് ഞാൻ കൈയൊക്കെ ഇങ്ങനെ കുത്തി കാണിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഏസിന് ചെറിയൊരു നിർബന്ധമൊക്കെ ആയിരുന്നു. കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് ഹാപ്പിയാക്കി വിട്ടിട്ടുണ്ട്. നമ്മൾ മീൻകറിയുടെ പരിപാടിയിലേക്ക് നടക്കുകയാണ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു റെസിപ്പിയായിട്ട് ഷൂട്ട് ചെയ്യണം, എല്ലാം 1 by 1 ആയിട്ട് എല്ലാം നിങ്ങളെ കാണിക്കണമെന്നൊക്കെ. പക്ഷേ സമയത്തിൻ്റെ അതിക്രമം മൂലം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. എല്ലാം പെട്ടെന്നായിരുന്നു. മീൻകറി ഒരു സൈഡ് റെഡി ആവുന്നു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ കുറച്ച് ചൂര കഷ്ണം എടുത്തിട്ട് വറുക്കാൻ വേണ്ടിയിട്ട് അരപ്പ് തേച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നില്ലേ, വീഡിയോ എടുക്കാൻ ഇൻട്രസ്റ്റ് തോന്നിത്തുടങ്ങിയാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങൊരു ദിവസമാണെന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെയാണ് ഫുൾ ഡേ ഞാൻ റെഡിയായി നിന്നത്. പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ആ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഒരു 11 മണിയായി കേട്ടോ ഞാൻ ഈ പരിപാടികൾ ചെയ്യുമ്പം. 11:30 നമുക്ക് ഇവിടുന്ന് പോവുകയും വേണം. അതുകൊണ്ട് തന്നെ പിന്നീടെല്ലാം ഭയങ്കര ഫാസ്റ്റ് മൂഡിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. മീൻകറിയൊക്കെ ഒരു സൈഡ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഞാൻ പച്ചരി ചോറാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ മോര് കൂടി കാച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോയിൽ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ലേ. തിരിച്ച് വന്നിട്ടാണ് മീനൊക്കെ വറുത്തത്. അതിൻ്റെ വീഡിയോസും എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഏകദേശം 2 മണിയായിട്ടോ തിരിച്ച് വന്നപ്പം വിശപ്പിൻ്റെ വിളി മൂലം പെട്ടെന്ന് തന്നെ മീൻ പൊരിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോസൊന്നും കാര്യമായിട്ട് പിന്നീട് എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ മീൻകറിയൊക്കെ ഇവിടുന്ന് റെഡി ആവട്ടെ. ആ തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ പോയി റെഡി ആയിട്ട് വരാം. പിന്നീട് വീഡിയോ എടുക്കുന്നത് രാത്രിയാണ് കേട്ടോ. ഇന്ന് രാവിലത്തെ കടലക്കറി ബാക്കിയുള്ളത് കൊണ്ട് ഡിന്നറിന് കടലക്കറിയാക്കാം. ഇന്നലത്തെ ചപ്പാത്തിയും കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ചപ്പാത്തിയും ചുട്ട് കഴിക്കാമെന്നാണ് ഇന്നത്തെ ഡിന്നറിൻ്റെ പ്ലാൻ. കടലക്കറി ഓൾമോസ്റ്റ് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഏസിനുള്ള ദോശയും ചുടുന്നുണ്ട് കേട്ടോ. നമ്മളൊക്കെ ചപ്പാത്തിയാണ് കഴിക്കുന്നതെങ്കിൽ പുള്ളിക്ക് രാവിലെയും രാത്രിയൊക്കെ ദോശ മതി. ഉച്ചയ്ക്ക് കൊടുത്താലും കഴിക്കും. പക്ഷേ ഇപ്പം പഴയ പോലൊരു ദോശയോടുള്ള ഇഷ്ടം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പം ഓരോ ദിവസങ്ങളിൽ ഓരോ മൂഡായിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കും. അങ്ങനെ ചപ്പാത്തിയൊക്കെ ഓൾമോസ്റ്റ് ചുട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അജു ഒരു പൊതിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ എനിക്ക് ഊഹിക്കാൻ പറ്റുന്ന സാധനം തന്നെയായിരുന്നു ബീഫ് ഫ്രൈ. ഞാൻ പൊറോട്ടയുടെ കൂടെയാണ് കേട്ടോ ബീഫ് ഫ്രൈ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു ആർത്തി ഉണ്ടായിരുന്നില്ല കഴിക്കാൻ. എന്നാലും മേടിച്ചുകൊണ്ട് വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനതും കഴിച്ചു കേട്ടോ. ഞങ്ങൾ കടലക്കറിയും ബീഫ് ഫ്രൈ ഒക്കെ ആയിട്ട് അങ്ങനെ ഡിന്നർ കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളേ.